രോഹിത്, ഇത് തിരഞ്ഞെടുക്കാൻ ഒരു സമിതി ഉണ്ടായിരുന്നില്ല എന്നാണ് ആധികാരികമായി മുഖ്യമന്ത്രി പറഞ്ഞത്. അത് ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ ആയിരിക്കുകയാണ്. അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതാണ് സർക്കാരിൻ്റെ നിലപാട്. അതവിടെ ഇരിക്കട്ടെ. ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, പട്ടിക CPIM കൊടുത്ത പട്ടികയാണ്. അതനുസരിച്ചാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ 16 ലക്ഷം പേർക്ക് കൊടുത്തത്. ഇനി 5 ലക്ഷം പേരുടെ പേരുകൾ ക്ലിയർ ചെയ്യാനുണ്ട്. അവർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇതിൽ അനർഹർ ഉണ്ടോ എന്ന് തിട്ടപ്പെടുത്തി അർഹർ ആയവർക്ക് പെൻഷൻ പദ്ധതി തുടരുമോ എന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല എന്ന ഒരു ആവലാതി പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നു. ഇപ്പോഴെങ്കിലും മുഖ്യമന്ത്രി സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത്. ഇപ്പോഴെങ്കിലും അങ്ങയ്ക്ക് കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് പറയാമോ, ഈ പട്ടിക ഞങ്ങൾ പരിശോധിക്കും, അതിലെ കുഴപ്പങ്ങൾ പോക്കും, അതിൽ അർഹരായവരുണ്ടെങ്കിൽ അത് എത്ര പേരോ ആവട്ടെ, അവർ ഈ സമൂഹത്തിലെ പാവങ്ങളിൽ പാവപ്പെട്ടവരാണ്. ഒരു പെൻഷനിലും ഇല്ലാത്ത, ഒരു സർക്കാരിൻ്റെയോ ഏതെങ്കിലും അംഗീകൃത സ്ഥാപനങ്ങളുടെയോ ശമ്പള പട്ടികയിലില്ലാത്ത തനിപ്പാവങ്ങൾ, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർമാർ, അവർക്ക് ഈ പെൻഷൻ ഞങ്ങൾ കൊടുക്കും, നീതിയോടെ കൊടുക്കും, ന്യായത്തോടെ കൊടുക്കും എന്ന് ഉറപ്പ് പറയാൻ കഴിയുമോ രോഹിത്? ശ്രീ NP ചന്ദ്രശേഖരൻ, അങ്ങ് ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങൾ, അത് ഇന്ന് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ആ തരത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് ഞാൻ ഏതായാലും വിശ്വസിക്കുന്നില്ല. ഇവിടെ ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷം കൊണ്ടുവന്ന ഒരു അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ടിട്ടാണ്, അതിന്റെ മറുപടി പ്രസംഗത്തിലാണ് ശ്രീ VD സതീശൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാണേണ്ടത്, കേരളത്തിലെ അധികാരത്തിൽ വന്നിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിലെ സ്ത്രീകളുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയും ഒക്കെ സാമൂഹ്യപരമായിട്ടുള്ള അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിരവധിയായ പദ്ധതികൾ കഴിഞ്ഞ ഒരു മാസക്കാലത്തിൽ തന്നെ നടപ്പിലാക്കിയിരിക്കുന്നത് നമുക്ക് മുമ്പിൽ ഒരു വസ്തുതയുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി, അത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നതാണ്. പക്ഷേ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പറഞ്ഞതുപോലെ തന്നെ 120 മാസമാണ് ആ ഗവൺമെന്റ് അധികാരത്തിലിരുന്നത്. അന്ന് ആ ഗവൺമെന്റ് 120 മാസക്കാലം പറഞ്ഞത് സ്ത്രീകളുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് നിരവധിയായ പദ്ധതികൾ നടപ്പിലാക്കുമെന്നാണ്. പക്ഷെ 120 മാസക്കാലം അധികാരത്തിലിരുന്ന ഒരു ഗവൺമെന്റ്, അല്ലെങ്കിൽ 10 വർഷക്കാലമായി അധികാരത്തിലിരുന്ന ഒരു ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പേ, കൃത്യമായി പറഞ്ഞാൽ 2026 ഫെബ്രുവരി മാസം 11-ാം തീയതിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുവാൻ ഈ സർക്കാർ, അന്നത്തെ സർക്കാർ തയ്യാറായത്. അത് തന്നെ അതിനുശേഷം മാർച്ച് 16-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഒരു മാസത്തിന് മുമ്പേ 10 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലെ സ്ത്രീകളോട് ആ തരത്തിലുള്ള ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എന്തിനാണ് അവർക്ക് 10 വർഷക്കാലം എടുക്കേണ്ടി വന്നത്? അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ ഒരു മാസക്കാലം മുമ്പാണ് ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. അതിൽ തന്നെ ഫെബ്രുവരി മാസത്തെയും മാർച്ച് മാസത്തിലെയും അതിന്റെ പണം ആ സ്ത്രീകൾക്ക് കൊടുക്കുന്നത് മാർച്ച് 16-ന്റെ മുമ്പെയുള്ള തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ്. അപ്പോൾ അതിനകത്ത് നടന്നിരിക്കുന്ന, ഞാൻ ഇന്ന് മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അതിലെ ബെനിഫിഷ്യറിയെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫീൽഡ് സർവേയുമായി ബന്ധപ്പെട്ടൊക്കെ കുറച്ചും കൂടി ആധികാരികമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള ബെനിഫിഷ്യറിയെ സംബന്ധിച്ച് പഠിക്കേണ്ടതുണ്ട്. അന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് 31.3 ലക്ഷം വരുന്ന ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ഉണ്ടാകും. പിന്നീട് അത് 16.4 ലക്ഷമായിട്ട് മാറുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഈ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിൽ അവർ യഥാർത്ഥ ഗുണഭോക്താക്കളാണോ, അർഹതപ്പെട്ട ആളുകളാണോ, അതിനെക്കുറിച്ചൊക്കെ ഗവൺമെന്റിന് ആധികാരികമായിട്ട് പഠിക്കാനുണ്ട്. ആ പഠിച്ചതിന് ശേഷം ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമോ ഇല്ലേ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം ഈ പദ്ധതി ഇല്ലാതെ ചെയ്തു, അല്ലെങ്കിൽ അല്ല, ഒരു സ്വാഭാവിക പ്രഖ്യാപനം വരിക അങ്ങനെയല്ലേ? ഈ പദ്ധതി ഈ പദ്ധതി പ്രഖ്യാപിച്ച് അനർഹരെ ഒഴിവാക്കും, അർഹരുണ്ടെങ്കിൽ കൊടുക്കുമെന്നല്ലേ പറയുക? അത് പറയുന്നില്ല. അവിടെയാണ് സംശയം വരുന്നത്. തുടരൂ. അല്ല, അത് തന്നെയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അത് പഠിക്കുമെന്നാ പറഞ്ഞത്. അതിനകത്തുള്ള ഗുണഭോക്താക്കളെ സംബന്ധിച്ച് പഠിക്കുന്ന പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ.